അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. നമസ്തേ. ഇന്ന് ജ്യോതിഷ സംബന്ധമായ ഒരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഒരുപാട് പേര് സംശയം ചോദിക്കുന്ന ഒരു വിഷയമാണിത്. എൻ്റെ ജാതകത്തിൽ പ്രണയവിവാഹമാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കുന്നുണ്ട്, ഇപ്പോൾ ആ വിവാഹം നടക്കൂ? അപ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അറിയാനാണ് ആൾക്കാർ വിളിക്കുക. അപ്പോൾ ഒരാളുടെ ജാതകം എടുത്തു നോക്കിയാൽ 7ാം ഭാവം കൊണ്ടാണ് വിവാഹം ചിന്തിക്കുക. അപ്പോൾ 7ാം ഭാവം കൊണ്ട് വിവാഹം ചിന്തിക്കുമ്പോൾ ആ 7ാം ഭാവാധിപതിയായിട്ടുള്ള ഗ്രഹത്തിനോട് ശുക്രൻ എന്ന ഗ്രഹം യോഗം ചെയ്യുകയോ ദൃഷ്ടി ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജാതകത്തിൽ പ്രണയവിവാഹത്തിന് സാധ്യതയുണ്ട്. അതുകൂടാതെ ആ ശുക്രൻ നല്ല ക്ഷേത്രത്തിലായിരിക്കണം. അത് 6ാം ഭാവത്തിൽ വെച്ചാണ് യോഗം ചെയ്യുന്നതെങ്കിൽ വിവാഹത്തിന് ചിലപ്പോൾ ആ പ്രണയവിവാഹം തടസ്സപ്പെട്ടു പോകും, അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. 7ാം ഭാവാധിപതിയായിട്ടുള്ള ഗ്രഹം ഇപ്പോൾ ചൊവ്വയാണെന്നിരിക്കട്ടെ, ആ ചൊവ്വ 6ാം ഭാവത്തിൽ ശുക്രനോട് യോഗം ചേർന്ന് നിൽക്കുന്നെങ്കിൽ ആ വിവാഹ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ആ പ്രണയം ദുഃഖത്തിലൊക്കെ ആയിത്തീരാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. എങ്കിലും 7ാം ഭാവാധിപനോട് ശുക്രൻ്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ആ ജാതകത്തിൽ പ്രണയത്തിൻ്റെ സാധ്യത ഉണ്ട്. അപ്പോൾ ശുക്രനെ കൊണ്ടുള്ള പ്രണയമാണെങ്കിൽ ആ ജീവിതത്തിൽ പ്രണയത്തിൽ ദുഃഖം ഉണ്ടാവും. പലതരത്തിൽ സാമൂഹിക ചുറ്റുപാടുകൾ നമുക്ക് എതിരാവുന്നതുകൊണ്ട് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാവാം പ്രണയത്തിൽ. എങ്കിലും ശുക്രനെ കൊണ്ടുള്ള പ്രണയം വളരെ മനോഹരമായിരിക്കും, വളരെ ഭംഗിയുള്ള പ്രണയമായിരിക്കും. ജീവിതത്തെ വളരെ സന്തോഷമായിട്ട് ആസ്വദിക്കാനൊക്കെ സാധിക്കും. എന്നാൽ അതേ സമയത്ത് ഈ ജാതകത്തിൽ രാഹുവിൻ്റെ നിമിത്തമായിട്ടുള്ള പ്രണയങ്ങൾ, പൂർവ്വജന്മാർജിതമായിട്ട്, ലഗ്നത്തിൽ രാഹു 7ൽ കേതു ഒക്കെ നിൽക്കുന്ന ബന്ധങ്ങൾ വരുമ്പോഴേക്കും രാഹുവ് എങ്ങനെയെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, രാഹുവിൻ്റെ യോഗം കൊണ്ട് പ്രണയം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ ദുഃഖത്തിൽ കലാശിക്കും. അപ്പോൾ രാഹുവിൻ്റെ ബന്ധത്തിലാണ് വഴിയിൽ വെച്ച് ഈ പ്രണയബന്ധം മുടങ്ങിപ്പോവും, ചിലപ്പോൾ പരസ്പരം ആക്രമിക്കും. ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ രാഹുവിൻ്റെ യോഗം കൊണ്ടുണ്ടാവുന്ന പ്രണയത്തിനാണ്. ശുക്രൻ്റെ പ്രണയത്തിൽ നമ്മൾ പ്രണയിക്കുന്നയാളിനോട് നമുക്ക് വളരെ നല്ലൊരു മനോഭാവമാണ് ഉണ്ടാവുക. അവരുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അവരുടെ ജീവിതം, അവരുടെ സംസാരം, സാഹിത്യം, ഇങ്ങനെ ഇതെല്ലാം നമുക്ക് വളരെ നല്ലതായിട്ട് തന്നെ തോന്നും, ഭംഗിയുണ്ടാവും. പക്ഷെ രാഹു ആണെങ്കിൽ എല്ലാത്തിലും ഒരു സെന്റിമെന്റ്സ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ബന്ധപ്പെടുക നമ്മൾ. അപ്പം അതെങ്ങനെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രാഹുവിൻ്റെ യോഗം കൊണ്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ ആ ബന്ധത്തിൽ പുരുഷന് കൂടുതലും സെക്ഷൽ ആയിട്ടുള്ള താല്പര്യങ്ങളായിരിക്കും ഉണ്ടാവല്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം നിമിത്തം പ്രണയം ഉണ്ടാവുകയും ആ പ്രണയത്തിൽ ഉദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും സാധിക്കാതെ വരുമ്പോൾ അത് ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാവുകയും ആ കലഹത്തിൽ ആ ജീവിതം നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ സ്ത്രീകൾക്ക് രാഹു യോഗമായിട്ട് വന്ന പ്രണയബന്ധങ്ങളാണെങ്കിൽ ഭവനത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ, എങ്ങനെ സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോയാൽ മതി എന്ന് തോന്നുന്നൊരു തോന്നലിലൂടെയാണ് അവർ ആ ബന്ധത്തിൽ ചെന്ന് ചാടുക. അപ്പോൾ അങ്ങനെ വന്ന ബന്ധം തുടർന്നു കഴിഞ്ഞാൽ ദാമ്പത്യ കലഹങ്ങൾ എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പുരുഷൻ്റെ ആഗ്രഹങ്ങൾക്കും സ്ത്രീയുടെ ആഗ്രഹത്തിനും അവിടെ യാതൊരു ഫലവും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് പ്രണയബന്ധത്തിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ. അപ്പം അങ്ങനെ ഒരു ബന്ധം തുടർന്ന് വന്നു കഴിഞ്ഞാൽ, ഈ രാഹുവിൻ്റെ ബന്ധത്തിൽ പ്രണയം വന്നു കഴിഞ്ഞാൽ പിരിയാനും ഭയങ്കര പ്രയാസമായിരിക്കും. വിരഹദുഃഖം വളരെ അനുഭവിക്കും. വിരഹദുഃഖത്തോടു കൂടിയിട്ടുള്ള ജീവിതമായിരിക്കും. ആ വിവാഹം നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് വേദനയുണ്ടാവും, അത് കല്യാണം കഴിച്ചു കഴിഞ്ഞാലും അതിനകത്ത് വേദന അനുഭവിക്കും. അപ്പോൾ ഒരു നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് ഇതിൽ ഏതാണ് എൻ്റെ ബന്ധം, ഇതെങ്ങനെയാണ് മുമ്പോട്ട് പോകുക, ഇതിലെ സങ്കടം എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യാം. രാഹു നിമിത്തമായത് പൂർവ്വജന്മാർജിതമായിട്ടുള്ള ചില ദുരിതങ്ങൾ കൊണ്ടാണ് ഈ രാഹു ബന്ധത്തിൽ കല്യാണത്തിൽ ചെന്ന് ചാടുക. ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല, ജീവിതത്തിൽ കലഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങൾക്ക് നാഗരാജാവിനും നാഗയക്ഷിക്കൊക്കെ
പത്മമിട്ട് നേദ്യം കഴിക്കുക, സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ കുറേയൊക്കെ ആശ്വാസം ഉണ്ടാവും. എന്നാൽ ശുക്രനെ കൊണ്ടുള്ള പ്രണയത്തിൽ തുടക്കത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവുമെങ്കിലും ക്രമത്തിൽ അവരുടെ പ്രണയബന്ധം വളരെ ദൃഢമാവുകയും അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് പ്രണയബന്ധം വരുമ്പോൾ ഒരു ജാതകമൊക്കെ നോക്കിയിട്ട് എനിക്കിത് എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ നോക്കി ഒന്ന് മനസ്സിലാക്കിയ ശേഷം അതിലേക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിൽ നോക്കി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുനിയണം. എന്നാൽ നമുക്ക് ജീവിതത്തിൽ ഏറെക്കുറെയും സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ജാതക പൊരുത്തത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജാതക പൊരുത്തം ഒന്നും ഇതിനകത്ത് ചിലപ്പോൾ ഒരു വിഷയമാവണം നിർബന്ധമില്ല. എങ്കിലും 2 കാസ്റ്റ്, 2 മതങ്ങൾ, അതുപോലെ ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സംസ്കാരങ്ങളായാലും മതി. വിവാഹബന്ധത്തിൽ എത്ര പ്രണയം ഉണ്ടെങ്കിലും ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവിടെ നമ്മൾ 2 പേരും ഒന്നാണ് എന്ന ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അങ്ങനെ പോയാൽ ആ ജീവിതം വളരെ മനോഹരമായിട്ട് ഒരു സംഗീതം പോലെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിൽ ചോദിക്കാം. അറിയാവുന്നത് സമയം കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുപോലെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.